Exercise 5.2 question number 4 ആണ്. Which term of the AP 3, 8, 13, 18 etc. is 78? അപ്പോൾ നമുക്ക് AP തന്നിട്ടുണ്ട് 3, 8, 13, 18 അങ്ങനെയാണ് AP. അതിൽ 78 എന്ന് പറയുന്ന ടേം എത്രാമത്തെ ടേം ആയിട്ട് വരുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 78 എന്ന് പറയുന്നത് ഈ ഒരു APയിലെ ടേം ആണ് എങ്കിൽ 78 എത്രാമത്തെ ടേം ആയിട്ട് വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് ടേം 8 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 8 - 7 ചെയ്യുക. അപ്പോൾ 8 - 3 വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 5. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ 7 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ANന് പകരം എന്ത് കൊടുക്കാം? 78 എന്ന് കൊടുക്കാം. AN ഈക്വൽ ടു A + n - 1 ഇൻറ്റു D എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം ജനറലായിട്ട്. സോ AN ഈക്വൽ ടു A + n - 1 ഇൻറ്റു D. n നമുക്കറിയില്ല, n അവിടെ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ANന് പകരം 78 കൊടുക്കാം, എയ്ക്ക് പകരം 3 എന്ന് കൊടുക്കാം, n - 1 അതേപോലെ, D എന്ന് പറയുന്നത് 5 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അടുത്തതായിട്ട് n - 1 ഇൻറ്റു 5നെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 5n - 5 എന്ന് വരും. അടുത്തതായിട്ട് 3 ഇനി ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പം 78 - 3 75 എന്ന് വരും. അപ്പോൾ 75 ഈക്വൽ ടു 5n - 5 എന്ന് വരും. ഇനി നമുക്ക് 5n ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് 75ഉം 5ഉം കോൺസ്റ്റൻ്റ് അല്ലേ, അത് സെയിം സൈഡിൽ കൊണ്ടുവരുമ്പം 75 + 5 എന്ന് പറയുന്നത് 80 ആയിട്ട് വരും. 5n ഈക്വൽ ടു 80. therefore n ഈക്വൽ ടു 80/5 which is equal to 16 എന്ന് വരും. അപ്പോൾ നമുക്ക് n കിട്ടി. അപ്പോൾ 78 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിൽ 16ാമത്തെ ടേമായിട്ടാണ് വരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് APs. അപ്പോൾ 2 സെറ്റ് AP നമുക്ക് തന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന APക്കകത്തിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ സീക്വൻസ് 7, 13, 19 etc. 201 ആണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ ഫസ്റ്റ് ടേം 7 ആണ്, സെക്കൻഡ് ടേം 13 ആണ്, nth ടേം എന്ന് പറയുന്നത് അല്ലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 205 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ 8 - 7 ചെയ്താൽ മതി. അപ്പോൾ 13 - 7 വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ജനറലായിട്ട് ഇക്വേഷൻ എഴുതാം. AN ഈക്വൽ ടു A + n - 1 ഇൻറ്റു D. ഇവിടെ 205 എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമാണ്. അപ്പം 205ൻ്റെ പൊസിഷനാണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. അതായത് എത്രാമത്തെ ടേമാണ് 205 എന്ന് കിട്ടിയാൽ എത്ര ടേം ഈ സീക്വൻസിലുണ്ടെന്ന് നമുക്ക് കണ്ടെത്താമല്ലോ. കാരണം 205 ആണ് ആ സീക്വൻസിലെ ലാസ്റ്റ് ടേം. അതുകൊണ്ട് അപ്പോൾ നമ്മൾ AN എന്ന് പറയുന്നത് 205 ഇട്ട് കൊടുത്തു, ഫസ്റ്റ് ടേം 7 ഇട്ട് കൊടുത്തു, D 6 ഇട്ട് കൊടുത്തു. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് 7 വരുമ്പം -7 ആവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 6n - 6 എന്ന് വരും. നമ്മളത് സോൾവ് ചെയ്തെടുക്കുമ്പം 6n ഈക്വൽ ടു 204 എന്ന് വരും. അവിടുന്ന് n ഈക്വൽ ടു 204/6 എന്ന് വരും. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് 34 ആയിട്ട് കിട്ടും. അപ്പം 205 എന്ന് പറയുന്നത് 34th ടേമാണ്. അതായത് ആ സീക്വൻസിലാകെ 34 ടേംസ് ആണ് ഉള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18, 15.5, 13 etc. up to -47 വരെയാണ് നമ്മുടെ സീക്വൻസ് പോകുന്നത്. ഫസ്റ്റ് ടൈം എഴുതി, സെക്കൻഡ് ടൈം എഴുതി. സെക്കൻഡ് ടൈം ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്, മിക്സഡ് ഫ്രാക്ഷനാണ്. നമുക്കതിനെ ഇംപ്രോപ്പർ ആക്കാനായിട്ട് 15 × 2 + 1 31/2 എന്ന് വരും. ഇനി കോമൺ ഡിഫറൻസ് കാണിക്കാൻ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, ദാറ്റ് ഈസ് 31/2 - 18 വിച്ച് ഈസ് ഈക്വൽ ടു 31 - 36/2 വിച്ച് ഈസ് ഈക്വൽ ടു -5/2 എന്ന് വന്നു. ഈ 36 വന്നത് 18 × 2 ചെയ്തപ്പോഴാണ്. കാരണം ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലാത്തതുകൊണ്ട് നമ്മളത് സെയിം ആക്കിയതാണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് -47 ആണ്. അതായത് ഇവിടെയും നേരത്തെ പോലെ തന്നെ -47 എത്രാമത്തെ ടേമാണെന്ന് കണ്ടുപിടിച്ചാൽ ഈ സീക്വൻസിലാകെ എത്ര ടേം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ ജനറൽ ഇക്വേഷൻ എഴുതി AN ഈക്വൽ ടു A + n - 1 ഇൻറ്റു D. AN എന്ന് പറയുന്നത് -47, അതായത് ലാസ്റ്റ് ടേം. അടുത്ത കോമൺ ഡിഫറൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, -5/2 ആണെന്ന്. ഫസ്റ്റ് ടേം 18 ആണ്. അപ്പോൾ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അടുത്തത് -47, 18 ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പം -18 ആവും. n - 1 ഇൻറ്റു -5/2. അടുത്തത് രണ്ടും കൂടി സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ -65 എന്ന് വരും. അടുത്തത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം -5n/2 എന്നും മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 5/2 എന്നും വരും. അതേപോലെ -5n/2 ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ 5n/2 ആവും.
-65 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +65 ആവും. ഇവിടെയും നമ്മൾ ഡിനോമിനേറ്റർ സെയിം അല്ലാത്തതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 5 + 130 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ 5n/2 = 135/2 എന്ന് വരും. ഇനി നമുക്ക് രണ്ട് സൈഡിലും ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് നമുക്കിതിനെ ക്യാൻസൽ ചെയ്തിട്ട് 5n = 135 എന്ന് എഴുതാം. അവിടുന്ന് n = 135 ഡിവൈഡഡ് ബൈ 5 which is equal to 27 എന്ന് വരും. സോ n 27 കിട്ടി. അതായത് -47 എന്ന് പറയുന്നത് 27th ടേമാണ് ഈ സീക്വൻസിൽ. അതായത് ടോട്ടൽ ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 27 ടേംസ് ആണ് ഉള്ളത്. ഇവിടെ 6th ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ -150 ഇസ് എ ടേം ഓഫ് ദ AP 11, 8, 5, 2 etc. അതായത് 11, 8, 5, 2 എന്ന് പറയുന്ന സീക്വൻസിൽ -150 എന്ന് പറയുന്നത് ഒരു ടേം ആയിട്ട് ഇതിൽ വരുമോയെന്ന്, ഈ ഒരു സീക്വൻസിൽ വരുമോയെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് A1 = 11 ആണ്, A2 = 8 ആണ്. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നമ്മുടെ കയ്യിലുണ്ട്. സോ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് A2 - 7 ചെയ്താൽ മതി. ഇവിടെ 8 - 11 ചെയ്യുമ്പോൾ -3 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഡിക്രീസിങ് AP അല്ലേ, കുറഞ്ഞ് വരിക. ഇനി നമുക്ക് -150 അല്ലേ ടേം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ എഴുതും. an = a + n - 1 × d. ഇവിടെ an പകരം -150 കൊടുക്കും. അതായത് an ഒരു ടേം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് -150 എന്ന് കൊടുക്കും an. ഇനി a ഉള്ളിടത്ത് 11 കൊടുക്കാം, n - 1 × d, ഡിക്ക് പകരം -3 കൊടുക്കാം. അപ്പോൾ -150 = 11 + n - 1 × -3 എന്ന് വരും. ഇനി നമുക്ക് 11 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകും. അപ്പോൾ -150 - 11 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -3n -× +3 ആയിട്ട് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ -161 = -3n +3 എന്ന് വരും. ഇനി -3n ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ +3n ആവും. -161 റൈറ്റ് സൈഡിൽ പോകുന്നു. അവിടുന്ന് 3n = 164 എന്ന് വരും. വേറെ n = 164/3. 164/3 എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും. ഫ്രാക്ഷനായിട്ട് കിടക്കുമോ അതോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 5 × 3 15, 140. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 4 ടൈംസ് ഉണ്ട്. 4 × 3 12. റിമൈൻഡർ നമുക്ക് 2 കിട്ടും. അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല, റിമൈൻഡർ വരും. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലെന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ വരും. n എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ഒരു നമ്പറാണ്, ഒരു എണ്ണമാണ് അല്ലേ. ഇത്രാമത്തെ ടേം ആണ് -150 എന്ന് വരണം. അപ്പം ഫ്രാക്ഷൻ വന്നാൽ അത് പോസിബിൾ ആണോ? അല്ല. അപ്പം സ്വാഭാവികമായിട്ടും -150 എന്ന് പറയുന്ന ഒരു ടേം ഈ പോകുന്ന സീക്വൻസിനകത്തിൽ കാണത്തില്ല. അപ്പം ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അത് സീക്വൻസിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് n കണ്ടുപിടിക്കുമ്പം n ഫ്രാക്ഷനായ അത് ആ ടേം സീക്വൻസിലില്ല. ഫ്രാക്ഷൻ അല്ല, ഒരു ഓൾ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ സീക്വൻസിലുണ്ട്. അല്ലെങ്കിൽ റിമൈൻഡർ 0 വന്നാൽ സീക്വൻസിലുണ്ട്, റിമൈൻഡർ 0 വന്നില്ലെങ്കിൽ സീക്വൻസിൽ ഇല്ല എന്ന് മനസ്സിലാവും.